കുറേ ദിവസങ്ങളായി ശക്തിയായി പെയ്ത മഴ വൈപ്പിങ്കരയുടെ തീരപ്രദേശങ്ങളാകെ വെള്ളത്തിലാക്കി. എടവനക്കാട്, നായരമ്പലം, പഴങ്ങാട് തുടങ്ങിയ തീരപ്രദേശങ്ങളിൽ കടൽ കയറ്റം രൂക്ഷമായി. നിരവധി വീടുകൾ വെള്ളത്തിലായി. തീരപ്രദേശങ്ങളിലെ ജനങ്ങൾ ബന്ധുമിത്രാദികളുടെ വീടുകളിൽ അഭയം തേടേണ്ട ഗതികേട് വന്നു. സ്കൂളിൽ പോയ വിദ്യാർത്ഥികൾ അരയ്ക്കൊപ്പം വെള്ളം നീന്തിയാണ് വീടുകളിൽ തിരിച്ചെത്തിയത്. ഈ ഒരവസ്ഥയ്ക്ക് അറുതി വരുത്തുന്നതിനും വൈപ്പിങ്കരയുടെ ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുന്നതിനും വേണ്ടി തീരപ്രദേശങ്ങളിലെ ജനങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കളും സമുദായ പ്രവർത്തകരും വൈപ്പിൻ മുനമ്പം സംസ്ഥാനപാത ഉപരോധിച്ചു. എടവനക്കാട് വില്ലേജ് ഓഫീസിന്റെ മുന്നിലാണ് ഉപരോധം നടന്നത്. ഈ പ്രശ്നത്തിന് ന്യായമായ പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കളും ജനപ്രതിനിധികളും തീരപ്രദേശത്തെ ജനങ്ങളും നാട്ടുകാരും അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകി. തീരപ്രദേശ സംരക്ഷണത്തിന് പ്രത്യേകിച്ച് വൈപ്പിനർക്ക് മാത്രമായി ചെല്ലാനും മോഡലൊരു പാക്കേജ് നമ്മുടെ വൈപ്പിനർക്ക് ആവശ്യമുണ്ട്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ വൈപ്പിനര ഏത് നിമിഷവും കടലാക്രമണവും അതുപോലെ തന്നെ കിഴക്കുള്ള കടലേറ്റവും മൂലം നശിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് അടിയന്തരമായിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ അതുപോലെ കടലാക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും നമ്മൾക്കെതിരെ പൂർണ്ണമായിട്ടുള്ളൊരു ശാശ്വത പരിഹാരം വേണ്ടത്. ഈ പറഞ്ഞ ചെല്ലാനത്ത് നിർമ്മിച്ചിരുന്ന കെട്ടിടപാട് ചെയ്യും. അതാണ് ഞങ്ങൾ വേണ്ടത്. അതാണ് ശാശ്വതമായ പരിഹാരം. അടുത്തതായി പുൽമുട്ടും വേണം, കടൽഭിത്തി റോഡ്. മക്കളും കാരണന്മാരും ഒക്കെ എടുത്തുകൊണ്ട് പോരേണ്ട അവസ്ഥയിലാണ് എല്ലാവരും. ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടത് അവിടെ എത്രയും വേണ്ടത് കടൽഭിത്തി കെട്ടണം, പുൽമുട്ടിടണം, റോഡ് വേണം. ഇതാണ് പ്രത്യേകം. നമ്മുടെ നാട്, ഈ രാജ്യം, ഈ നാട് കുറെ നാളുകളായിട്ട് സമരം ചെയ്താൽ മാത്രമേ ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ലഭ്യമാവൂ എന്നൊരവസ്ഥയിലാണുള്ളത്. നമ്മളിപ്പോൾ ഉന്നയിക്കുന്ന കടൽ ഭിത്തി എന്ന ആവശ്യം കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെല്ലാനം പ്രദേശത്തെ ജനങ്ങളെ നിരന്തരമായി സമരം ചെയ്തത് കൊണ്ട് മാത്രം ലഭിച്ച ഒരു സാഹചര്യമുണ്ടായി. പ്രിയപ്പെട്ടവരെ, വൈപ്പിൽ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. രാവിലെ എണീക്കുമ്പോൾ തന്റെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നാണ് ഓരോ യുവാവും ഓരോ വിദ്യാർത്ഥിയും. നമ്മൾ ശരിക്കും കടപ്പുറത്ത് വെള്ളക്കയറ്റമായിട്ട് ദുരിതം അനുഭവിക്കുന്നത്. ഈ കടപ്പുറത്ത് വെള്ളക്കയറ്റം ആളുകൾ ദുരിതം അനുഭവിക്കുമ്പോൾ ഈ കടപ്പുറം പ്രദേശത്ത് തീരദേശത്ത് മാത്രം താമസിക്കുന്നതല്ല, ഇതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതാണ്. കാരണം അത് തൊട്ട് ഏകദേശം ഒരു 500-600 മീറ്ററോളം ഇന്നും ഈ നേരത്തും വെള്ളത്തിൽ തന്നെയാണ് വീടുകൾ നിൽക്കണം. വീടുകളുടെ ഉള്ളിൽ വെള്ളം കയറി അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുകുട്ടികൾ അവിടെ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ പെട്ടെന്നൊരു അസുഖം വന്നാൽ പോലും കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. കാരണം കടലിൽ നിന്നുള്ള വെള്ളക്കയറ്റത്തിന്റെ ഫോഴ്സ് കൊണ്ട് ഇന്നലെ ഇതേപോലെ തന്നെ ഒരുപാട് ആളുകൾ അവിടെ വന്നിരുന്നു. ഈ വന്ന ആളുകൾക്ക് പോലും ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകളുടെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നത്. അതുകൂടാണ്ട് തന്നെ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, 2004 സുനാമിക്ക് ശേഷം നമ്മുടെ തീരദേശത്തുള്ള ഈ പുലിമുട്ടിന്റെ അല്ലെങ്കിൽ പുലിമുട്ട് നിർമ്മാണം നടന്നിട്ടില്ല. തീരദേശത്തുള്ള സീവാളിന്റെ പണി നാളിതുവരെ നടന്നിട്ടില്ല. അത് നടന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ മാലിപ്പുറത്ത് വെച്ച് നടന്ന തീരസദസ്സിൽ ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ഒരു 58 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് തീരദേശത്ത് ഈ സീവാള് പണിയാൻ വേണ്ടി ഒരു പ്രോജക്റ്റ് അനുവദിക്കുകയും അതുകൂടാതെ 28 ലക്ഷം രൂപയുടെ ഒരു വഴി. ഇതൊന്നും ഇന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ പഞ്ചായത്ത് ഈ കളക്ടർ മീറ്റിങ്ങിൽ പോയപ്പോൾ അതിനൊന്നും കാശില്ലെന്നാണ് പറയുന്നത്. ഞാനൊന്നേ ചോദിക്കുന്നുള്ളൂ, ഇവിടെ ജാഥ നടത്താനും നമ്മൾ പറയുന്നത് നമ്മൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന നവോത്ഥാന ജാഥ, ഇതിനെല്ലാം ഗവൺമെൻറ് കാശുണ്ട്. ഈ തീരദേശത്ത് ബാധിക്കുന്ന കഴിഞ്ഞ വെള്ളപ്പൊക്ക ദുരിതം അനുഭവിച്ചപ്പോൾ അവരെ സംരക്ഷിക്കാണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ജീവന് സംരക്ഷണം കൊടുക്കാൻ മാത്രം സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല. ഈ സൈന്യത്തിനെ സംരക്ഷിക്കുക, അതായത് അന്ന് ഓമന പേരിട്ട് വിളിച്ചാണ് കേരളത്തിൻ്റെ സൈന്യമെന്ന്. ഈ സൈന്യത്തിനെ പോലും സംരക്ഷിക്കാൻ പോലും സർക്കാർ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ ജനപ്രതിനിധികൾ ആര് വന്നാലും തന്നെ ഈ സമരം നമ്മൾ നിർത്തരുത്. സമരത്തിന് വേണ്ടി ഈ സമരം നിർത്തി പോകാണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നവരെ നമ്മൾ ഈ റോട്ടിൽ നിന്ന് പോകില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇടവനക്കാട് നിവാസികൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം 2000
നടന്ന സുനാമിയിൽ 5 മരണം, ഒരു കുഞ്ഞുൾപ്പെടെ 5 മരണം നടന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ എടവനക്കാട് പഞ്ചായത്ത്. അന്നു മുതൽ നമ്മൾ നമ്മുടെ തീരദേശത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുകയാണ്. പക്ഷേ നമ്മൾ ഓരോ പ്രാവശ്യം പറയുമ്പോൾ ഒരു കടൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ജനപ്രതിനിധികളൊക്കെ വന്ന് നോക്കിപ്പോയി വാഗ്ദാനങ്ങൾ നൽകുക എന്നതിനേക്കാൾ അപ്പുറം ഒന്നും നമുക്ക് നാളിതുവരെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി കടൽ കയറ്റം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ കളക്ടർ നമ്മൾ അടിയന്തരമായിട്ട് യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിൽ നമ്മൾ മുൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമ്മുടെ കടൽ കയറിപ്പോൾ നമ്മുടെ കറണ്ടില്ലാത്ത വിഷയങ്ങൾ, കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തത്, വീടുകൾ മണ്ണ് മൂടി കിടക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഞങ്ങൾക്ക് തീർസദസ്സിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഫിഷറീസ് മന്ത്രി നമുക്ക് 58 കോടി മെട്രോ പാഡിന് എസ്റ്റിമേറ്റ് എടുത്ത് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫണ്ട് നമുക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. ഈ കാര്യത്തെക്കുറിച്ച് 28 ലക്ഷം രൂപയുടെ റോഡും ഇതൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നലെ കളക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഫണ്ട് ഇല്ല, സർക്കാരിന്റെ കയ്യിൽ ഫണ്ട് ഇല്ല, അതുകൊണ്ട് ഇതൊന്നും സാധ്യമല്ല എന്നാണ് നമ്മൾ അറിയിച്ചത്. അതും തന്നെയല്ല, ചെല്ലാനത്ത് ഇനിയും 4 കിലോമീറ്ററോളം റോഡ് ഈ മെട്രോ പാഡ് മോഡലിലുള്ള സീവാൾ ഇനിയും നിർമ്മിക്കാനുണ്ട്. അതും കേരളത്തിൽ ഒരുപാട് തീരദേശ പഞ്ചായത്തുകളൊക്കെ തന്നെ കടൽ കയറിയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് പഞ്ചായത്തിന് പ്രാധാന്യം നൽകുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു തീരുമാനമില്ല, ഫണ്ടില്ല, നമുക്ക് ഇത് അനുവദിക്കാനായിട്ടുള്ള യാതൊരു സാധ്യതകളും ഇല്ല എന്നാണ് നമുക്ക് ഇന്നലത്തെ മീറ്റിംഗിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. എടവനക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന ഒരു പഞ്ചായത്ത്. ചെല്ലാനത്ത് സംഭവിച്ച അതേ പ്രതീതി തന്നെയാണ് നമ്മുടെ എടവനക്കാട് പഞ്ചായത്തിലുള്ളത്. 20 വർഷമായി, 1-2 വർഷമല്ല, 20 വർഷമായി നമ്മൾ ഈ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് ഇന്നലെ മുതൽ പൂർണ്ണമായിട്ടും നമുക്കറിയാം 1 കിലോമീറ്ററോളം വെള്ളം കയറി കഴിഞ്ഞു. ആ പ്രദേശത്തുള്ള വീടുകളിലെല്ലാം വെള്ളം കയറി, മണ്ണ് കയറി, കരണ്ടില്ലാത്ത അവസ്ഥ, കുടിവെള്ളം പോലും ഇന്നിപ്പോ അവിടെ ലഭിക്കുന്നില്ല. ആ ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ പ്രതിഫലനമായിട്ടാണ് നമ്മൾ ഇന്നിപ്പോ ഈ ജനകീയ സമരം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ജനകീയ സമരത്തിൽ കക്ഷി രാഷ്ട്രീയമില്ലാതെ, ജാതിമത ഭേദമില്ലാതെ എടവനക്കാടിന്റെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. അതിന് പ്രത്യേകം നമ്മളുടെ ഈ സമരം എന്ന് പറയുന്നത് നമുക്ക് ഫണ്ട് വാഗ്ദാനം നൽകുക എന്നുള്ളതല്ല, മറിച്ച് നമുക്ക് എപ്പോ പണി തുടങ്ങും, എന്ന് തുടങ്ങും എന്നുള്ള കാര്യം ഞങ്ങൾ അറിയിക്കണം. അതനുസരിച്ചിട്ട് മാത്രമേ ഞങ്ങൾ ഇന്ന് പണി തുടങ്ങും എന്ന് പറയാം. ആ ഒരു വാഗ്ദാനത്തിനൊതുക്കാതെ അത് ഉറപ്പ് ഞങ്ങൾക്ക് നൽകാൻ മാത്രമേ. എന്നാണ് പണി തുടങ്ങുന്നത്, അതാണ് ഞങ്ങൾക്ക് ലഭിക്കേണ്ട ഉത്തരം. ഇപ്പൊ ഈ സമരത്തിൽ പങ്കെടുത്ത എന്റെ പ്രിയപ്പെട്ട എല്ലാവരെയും, ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഞങ്ങളുടെ എടവനക്കാടുത്തെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും ഞങ്ങളുടെ കൂടെ നിന്നതിന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. 2004-ലുണ്ടായ സുനാമി ദുരന്തത്തെ തുടർന്ന് 20 വർഷമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. 20 വർഷമായിട്ട് ഈ ജനങ്ങൾ അനുഭവിക്കുന്ന കടൽഭിത്തിയില്ലാതെ കഴിഞ്ഞ 20 വർഷത്തോളം അവിടുത്തെ എല്ലാം ജനവിഭാഗങ്ങളും അങ്ങേയറ്റം ദുരിതപൂർണമായ ജീവിതത്തിലാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ 1 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വീണ്ടും കടൽ ഇരച്ചു കയറി വെള്ളത്തിനടിയിലായപ്പോൾ അവിടെ 300ഓളം വീടുകൾ വെള്ളത്തിനടിയിലായപ്പോൾ അന്ന് നമ്മുടെ ജില്ലാ കളക്ടറും മറ്റ് അധികാരികളും എല്ലാവരും അവിടെ സ്ഥലത്തെത്തി വലിയ വാഗ്ദാനങ്ങൾക്ക് നൽകി പോയതാണ്. അതിനുശേഷം ഈ കഴിഞ്ഞ ഒരു 3-4 മാസം ജനകീയ സദസ്സിൽ വെച്ച് 58 കോടി രൂപയുടെ മെട്രോ പാലം നിർമ്മാണത്തിന് വേണ്ടിയുള്ള അനുവാദവും ലഭിച്ചു. ഇതെല്ലാം അനുവാദങ്ങൾ വാഗ്ദാനങ്ങളായിട്ട് നിലകൊണ്ട് അല്ലാതെ യാതൊരു വിധത്തിലുള്ള ഒരു കല്ല് പോലും എടുത്തു വെക്കാൻ കഴിയാതെ ഈ സർക്കാർ ജനങ്ങളെ ഇത്രയധികം ദുരിതത്തിലാക്കിയിട്ടുള്ള ഒരു കാലം ഉണ്ടായിട്ടില്ല. ഈ 20 വർഷക്കാലവും ജനങ്ങൾ ദുരിതത്തിലാണ്. ഓരോ മഴ വരുമ്പോഴും ഓരോ കാറ്റടിക്കുമ്പോഴും ഓരോ ദുരന്തങ്ങളായി തന്നെ നിൽക്കുകയാണ്. യാതൊരു വിധ പരിഹാരവും ചെയ്യാൻ കഴിയാതെ ജനങ്ങളെ ഇത്രയധികം ഈ കഴിഞ്ഞ 26 പൈപ്പിൻകരയുടെ 26 കിലോമീറ്റർ നീളത്തിലുള്ള ഈ സ്ഥലത്ത് എടവനക്കാടിന്റെ 2.5 കിലോമീറ്റർ മാത്രം വരുന്ന ഈ സ്ഥലത്ത് ഒരു കടൽ ഭിത്തി നിർമ്മിക്കാനോ പുലിമുട്ട് നിർമ്മിക്കാനോ ഇവർക്ക് പൂർത്തരിക്കാനുള്ള പൈസയുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടി 2.5 കോടി രൂപ 2.5 കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഈ സ്ഥലത്ത് പുലിമുട്ട് നിർമ്മിക്കാൻ പണമില്ല എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഈ ജനങ്ങളുടെ ഈ ജനകീയ സമരം
ഇത് വാഗ്ദാനങ്ങൾ പാലിക്കാൻ അവര് ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വാഗ്ദാനങ്ങൾ നിറവേറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ വാഗ്ദാനങ്ങളാക്കി മാറ്റാതെ വെറും പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മുഴുവൻ ആൾക്കാരുടെയും പിന്തുണ ഈ സമരത്തിനുണ്ടാകും എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നമ്മളുടെ രാഷ്ട്രീയ ജാതി മതഭേദമന്യുള്ള ഒരു സമര പരിപാടിയാണ്. നമ്മളുടെ തീരദേശ മേഖലയിൽ 2004 സുനാമിക്ക് ശേഷം തീരദേശ മേഖലയിലേക്ക് യാതൊരുവിധ സർക്കാർ തരത്തിലുള്ള ഒരു പദ്ധതിയുടെ ക്യാഷും വിനിയോഗിച്ചിട്ടില്ല. കാരണം വൈപ്പിങ്കരുടെ ഇടവനക്കാട് പ്രദേശം തന്നെയല്ല, നായരമ്പലം പ്രദേശമായാലും ഞാറക്കലായാലും പുള്ളിയായാലും പുള്ളിച്ചെറായി ആയാലും എല്ലാ പ്രദേശങ്ങളും നമ്മുടെ തീരദേശ മേഖല വളരെ ഡേഞ്ചറസ് നിൽക്കുന്ന കാലഘട്ടമാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ആ കാലഘട്ടത്തെ നമ്മൾ പരിപൂർണമായി ഉൾക്കൊണ്ട് ജീവിതം പഠിച്ചവരാണ് മത്സ്യത്തൊഴിലാളികൾ. ഈ പ്രക്ഷോഭത്തെ നമ്മൾ തരണം ചെയ്ത് ഇവിടുത്തെ ജനസേവകരെ നമ്മളെല്ലാവരെയും ക്ഷമിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം പ്രശ്നത്തിലേക്ക് എത്താൻ സാധിച്ചത്. മത്സ്യത്തൊഴിലാളികൾക്കൊപ്പവും ജീവനസഭ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഒപ്പമുണ്ടാകുമെന്ന് ഞാൻ വാഗ്ദാനം നൽകുകയാണ്. ഏത് രീതിയിലുള്ള വൈപ്പിക്കരയാണ് കേരളമാണ് സ്തംഭിപ്പിച്ചുള്ള സമരമാണെന്നെങ്കിലും എന്തായാലും ജീവനസഭയുടെ ഉണ്ടാകുമ്പോൾ ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് വാക്കുന്നു. മഹാദുരന്തത്തിൽ എനിക്ക് മുമ്പ് സംസാരിച്ച മാന്യ സുഹൃത്തുക്കൾ പറഞ്ഞു കഴിഞ്ഞു. 2004 മഹാദുരന്തത്തിൽ 5 ജീവൻ പൊലിഞ്ഞത് എറണാകുളം ജില്ലയിലെ എടവനക്കാട് ഗ്രാമപഞ്ചായത്താണ്. അന്നു മുതൽ വിവിധ പദ്ധതികളിലൂടെ ഉടനെ നടപ്പിലാക്കുമെന്ന് മാറി വന്ന സർക്കാരുകൾ പല വാഗ്ദാനങ്ങളും മോഹന വാഗ്ദാനങ്ങളും നമുക്ക് നൽകി. എന്നാൽ യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ഈ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ഗുരുതരമായ വീഴ്ചയാണ് ഇന്ന് ഗവൺമെൻറ് നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമല്ലാതെ യാതൊരു നിർവാഹവുമില്ല. ഞങ്ങൾക്കറിയാം, ഗതാഗതം ഉപരോധിക്കുന്നത് മനുഷ്യന് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ജീവിക്കാനുള്ള അവസരം നിഷേധിച്ചാൽ ഇതല്ലാതെ വേറെ മാർഗമില്ല. അപ്പം തീർച്ചയായിട്ടും പറയുവാനുള്ളത്, ഈ സമരം ഇത് വിജയം കണ്ടല്ലാതെ ഈ സമരം അവസാനിപ്പിക്കുന്ന ഒരു കാര്യമില്ല. ഈ സമരത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി, ജാതിമത കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാം ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ഉറപ്പ്, വ്യക്തമായിട്ടുള്ള ഉറപ്പ് വാങ്ങിത്തരുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുമായിട്ടാണ് ഇത് സമരസമിതി നയിക്കുന്ന ആളുകൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ താമസിക്കുന്ന എടവനക്കാട് പഞ്ചായത്തിലെ 10ാം വാർഡിലാണ്. ഞാൻ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ എന്ന നിലക്കല്ല. എൻ്റെ വീട്ടിൽ വെള്ളം കയറിയത് കൊണ്ടാണ് ഞാൻ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. അതുപോലെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് വീട്ടിൽ വെള്ളം കയറിയത് കൊണ്ട് സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. ഈ രാഷ്ട്രീയത്തിന്റെ നിറമില്ല, മതത്തിന്റെ നിറമില്ല, മറ്റു പരിഗണനകളൊന്നുമില്ല. 2004 പ്രളയം നമ്മൾ സുനാമി കണ്ടതാണ്, 2018 പ്രളയം കണ്ടതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്, അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക് രാഷ്ട്രീയത്തിൻ്റെ കൊണ്ടല്ല, മുഖ്യമന്ത്രിയോട് സൂചിപ്പിക്കുവാനുള്ളത്, അദ്ദേഹം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് പറഞ്ഞത് കേരളത്തിന്റെ 2ാം ഫോഴ്സ് എന്ന അദ്ദേഹം മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് പറഞ്ഞത്. പ്രളയം വന്നപ്പോൾ എല്ലാം മറന്നുകൊണ്ട് സ്വന്തം ഉച്ചവനും ഉടയവനും എവിടെ കിടക്കുന്നു, എവിടെയാണ് ജീവിക്കുന്നത്, അവർ പ്രളയത്തിൽ അകപ്പെട്ടു പോയെന്ന് പോലും നോക്കാതെ മറ്റു വിദൂര ദേശങ്ങളിലുള്ള ആളുകൾ രക്ഷിക്കുവാൻ വേണ്ടി വള്ളവുമായി പോയ ആ ഫോഴ്സിനെ കണ്ടുകൊണ്ട്, ആ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ കണ്ടുകൊണ്ട് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് കേരളത്തിന്റെ 2ാം ഫോഴ്സാണ് ഈ മത്സ്യത്തൊഴിലാളികളെന്ന്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്, ജനപ്രതിനിധികളോട്, റവന്യൂ ഉദ്യോഗസ്ഥന്മാരോട് പറയുവാനുള്ളത്, ആ മത്സ്യത്തൊഴിലാളികളുടെ ഇവിടെ രോദനമാണ് ഇന്ന് ഇടവനക്കാട് വില്ലേജ് ഓഫീസിന് മുമ്പിൽ കേൾക്കുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ കണ്ണു തുറന്ന് കാണണം.
രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പരിഗണനയും നിങ്ങൾ നൽകേണ്ട, മറ്റു രാഷ്ട്രീയത്തിന്റെ മുഖം നൽകേണ്ട, ജാതിയുടെ നിറം നൽകേണ്ട ആവശ്യമില്ല. ഇത് മത്സ്യത്തൊഴിലാളികളുടെ ഈ തീരദേശത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ, എത്രയോ ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, എല്ലാം വാരിയെടുത്തുകൊണ്ട് ഓരോ പ്രളയം വരുമ്പോഴും ഓരോ വർഷക്കാലത്തും വൃശ്ചിക മാസ വെള്ളപ്പൊക്കത്തിൽ പോലും വൃശ്ചിക മാസം ചെറുതായി ഒന്ന് വെള്ളം പൊങ്ങിയാൽ ഉള്ളതെല്ലാം വാരിയെടുത്തുകൊണ്ട് കുട്ടികളെ മാറോട് പ്രായമായവരെ പലായനം ചെയ്യേണ്ട ഗതികേടുള്ള ഒരു ജനത എടവനക്കാട്, പുളിയത്താപ്പുറം പോലെയുള്ള പ്രദേശങ്ങളിലാണ് എന്ന് നിങ്ങൾ കണ്ണു തുറന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുവാനാണ് ഞാൻ വിനിയോഗിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തകരും എല്ലാ നേതാക്കന്മാരും ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ്. രാഷ്ട്രീയം മറന്നുകൊണ്ടാണ്, രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഈ ജനകീയ സമരത്തിന്റെ ഏതറ്റം വരെയും ഏത് സമരത്തിന്റെ ഏത് പോർമുഖത്തും ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിൽ ഒന്ന് കുറെ സമാധാനം ഉണ്ടെങ്കിൽ പോലും 13ഉം 9ഉം ഒരു മരുഭൂമിയായി മാറിയിരിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ടത് അതാണ്. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളുണ്ട്, അവരെല്ലാവരും മനസ്സിലാക്കുക, അവിടെ വരെ ഒന്ന് ശരിക്ക് ഇന്നൊന്ന് പോകുക, എന്നിട്ട് ഇന്നത്തെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കുക എന്നാണ് എനിക്ക് വളരെ സാന്ദർഭികമായ അവരോട് ഉണർത്താനുള്ളത്. എന്താണെന്ന് വെച്ചാൽ അവിടെ ശരിക്കും മണ്ണ് വന്ന് വീണിട്ട് അതൊരു മരുപ്രദേശമായി മാറിയിരിക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ സർക്കാരും എല്ലാവരും അധികാരികളൊക്കെ 2004 മുതൽ തരുന്ന ഈ വാഗ്ദാനങ്ങൾ വെറും പാഴ് വാഗ്ദാനങ്ങളായി മാറിയിരിക്കുന്നു. നമുക്കിനി ജീവിക്കണമെങ്കിൽ തീർച്ചയായും ഇത്തരം സമര പരിപാടികൾ തന്നെ അത് നാം കൈക്കൊള്ളേണ്ടത് വരും. അതുകൊണ്ട് ഇത്തരം സമര പരിപാടികൾ 2004 മുതൽ ഏതാണ്ട് 20 വർഷത്തോളമായി മാറി മാറി വരുന്ന, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ആരെയും ന്യായീകരിക്കാനും തയ്യാറാകുന്നില്ല, മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും നമുക്ക് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അത് സമയാസമയങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല. അതിനെതിരെ കൂടിയാണ് ഈ സമരം. ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരേ മുദ്രാവാക്യമാണ്, ജാതി മത വ്യത്യാസമില്ലാതെ ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട നാട്ടുകാർക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നു. അവരോടെല്ലാവരോടും ഞാൻ ഒറ്റവാക്കിൽ ക്ഷമയോദിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സമരമാണ്. ഞാനൊരു തീരദേശവാസിയാണ്. ഒരു ജനപ്രതിനിധിയായിട്ട് പോലും ഒരുപാട് കാലം ഇതിനു വേണ്ടി ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. ആ ഒരു സത്യം കൂടി, ഒരു തുറന്ന സത്യം കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ടും എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം. നടന്നു വരുമ്പോൾ മുട്ടിനോളം വെള്ളം ഉണ്ടായിരുന്നു പോകുമ്പോൾ. അതെ, അതായത് ഇപ്പോ എല്ലാരും വീഡിയോ കാണുമ്പോൾ ഈ കടലാണതൊന്നും, അത് കടലല്ല, റോഡാണ്. അതിന്റെ അപ്പുറം കുറച്ച് ജനങ്ങളുണ്ട്, വർഷങ്ങളായിട്ട് അവിടെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ. എന്തോരം കഴിഞ്ഞ വർഷം വന്നല്ല, കളക്ടർ വന്ന്, MLA വന്ന്, എല്ലാവരും അപ്പുറം ഇപ്പുറം നിന്ന് തോളത്ത് കയറ്റി വന്നില്ലേ? 55 കോടി രൂപ അവിടെ എന്തൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. 55 കോടി പോയിട്ട് 1 കോടി രൂപടാ എന്തെങ്കിലും ചെയ്താ നിങ്ങൾക്കറിയാവുന്നല്ലേ? നമ്മൾ എല്ലാവരും ഒക്കെയാണ്. കാരണം എന്തൊക്കെ സംഭവിച്ചാലും പട്ടികളൊന്നും വരെയും വിളിക്കും ജനപ്രതിനിധികളെ. അവിടെ വന്നാൽ ഇലക്ഷൻ വരുമ്പോ നമ്മളങ്ങോട്ട് തോണ്ടും, ഇല്ലേ? തോണ്ടും. അതായത് ഇവിടെ കൃത്യമായിട്ട് അവരുടെ കണ്ണ് ഓരോ മക്കളെയും വാരിയെടുത്ത് ഓരോ അമ്മമാരും ഓടുമ്പോൾ അവരുടെ ചെവികളിൽ അവരുടെ ശരീരം മുഴുവനും കടൽ വെള്ളം അടിച്ച് മണ്ണും എല്ലാമായിട്ടാണ് ആ അമ്മമാരെ ഓടിപ്പോയിട്ടുള്ളത്. അന്ന് നഷ്ടപ്പെട്ട ഓരോ സ്വത്തും മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ജനപ്രതിനിധികൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നും അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് കണ്ടില്ലെന്ന് നടിക്കുന്ന ഈ സർക്കാരുകളെ അവരുടെ ഈ വേദന മനസ്സിലാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ സമരം ഇവിടെ തന്നെ ഉറപ്പു നൽകാതെ മാറില്ല, അല്ലെങ്കിൽ ഈ സമരം നിർത്തില്ല എന്നുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഞങ്ങളുടെ സംഘടനയും എല്ലാ ജനങ്ങളും ഒരുമിച്ചുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരസമിതിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ആവശ്യകവും സാങ്കത്യവും ഇനി ഞാൻ കൂടുതലായി പറയേണ്ടതില്ല. വൈപ്പിൻകരക്കാരുടെ ഒരു നിരന്തരമായ ദുരിത പ്രശ്നങ്ങളിൽ ഇപ്പോൾ ഇതാണ് ഏറ്റവും വലുതായി നിൽക്കുന്നത്. നമുക്കറിയാം, പ്രകൃതി ദുരന്തം
വെള്ളപ്പൊക്കമായാലും കടൽക്ഷോഭമായാലും വെള്ളക്കെട്ട്, അതിവർഷം എന്നിവ കൊണ്ട് നിരന്തരം കഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗത്തിന് മുമ്പിലാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു അവസ്ഥ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 10-20 വർഷമായി നമ്മൾ നിരന്തരം ക്ഷമിച്ചാണ് ഇത്തരം ഒരു സമരത്തിലേക്ക് പോകേണ്ട. നാട്ടുകാർക്കും ജനങ്ങൾക്കും രോഗികൾക്ക് നിർധനർ മറ്റ് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകേണ്ട എന്ന് കരുതി ശക്തമായ സമരപരിപാടിയിലേക്ക് പോകാതെ ക്ഷമ അവലംബിക്കും തോറും സർക്കാർ ഇതൊരു അവസരമായി എടുത്തുകൊണ്ട് ഈ ജനങ്ങളെ അവഗണിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഇനിയും തുടർന്നു പോകാൻ ഈ നാട്ടുകാർ ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. ഈ സമിതിയുടെ നേതാക്കളെ ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. 5 മരണങ്ങൾ സംഭവിച്ചത് അന്ന് ഇവിടെ വന്നുപോയ ജനപ്രതിനിധികൾക്കും അതേപോലെ തന്നെ ഭരണസിരാ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർക്കും വാഗ്ദാനങ്ങൾ മാത്രം തരാനേ നേരുണ്ടായിരുന്നു. ആ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും ഇന്നിവിടെ നടപ്പാക്കിയിട്ടില്ല. വീണ്ടും 2018 മഹാപ്രളയമുണ്ടായപ്പോ ഇവിടത്തെ അരവയറ് മുറുക്കിയ മത്സ്യത്തൊഴിലാളി മക്കള് അവരുടെ വഞ്ചിയും വലയും എടുത്ത് ഈ സിറ്റിയിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്ന് അരക്ഷിതാവസ്ഥയിലായ ജനങ്ങളെ പ്രളയത്തിൽ നിന്ന് രക്ഷിച്ചവരാണ്. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പേരൊക്കെ ഇട്ട് വിളിച്ചു. ആ പേര് അദ്ദേഹം വിളിച്ചത് ഒരു പാഴ്പേരാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. വെറും പാഴ്വാക്കായിരുന്നു അന്ന്. ഞാനിവിടെ പറയുന്നത്, എനിക്കറിയാം ഇന്ന് രാവിലെ 8 മണി മുതൽ ഈ സമയം വരെ നീണ്ടു നിൽക്കുന്ന ഈ ഉപരോധം അത് കണ്ടില്ലെന്ന് നടിക്കരുത്. വളരെ ബഹുമാനത്തോടും വ്യസനത്തോടും കൂടി പറയട്ടെ, ഈ വൈപ്പിങ്കരയില് ഇങ്ങനെയൊരു ദേശീയപാത അല്ലെങ്കിൽ സംസ്ഥാന പാത ഇത് മാത്രമേ ഉള്ളൂ. ഗതികെട്ടിട്ടാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് വന്നത്. ഇവിടെ അപ്പുറവും ഇപ്പുറവും വന്ന് നിൽക്കുന്ന യാത്രക്കാരായ ജനങ്ങളോട് ഞങ്ങൾ മാപ്പപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ യാത്ര ഇതിലൂടെ കടന്നു പോകാൻ ഞങ്ങൾ അനുവദിക്കാത്തത് ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയാനാണ്. മറ്റൊരു റോഡ് ഞങ്ങൾക്കിവിടെ പറയാനില്ല. പറഞ്ഞിട്ടുണ്ട് തീരദേശ റോഡൊക്കെ വർഷങ്ങളായിട്ട് തരുന്ന വാഗ്ദാനങ്ങൾ. ഇവിടെ പെയ്തു കൂട്ടുന്ന മഴയ്ക്ക് ചോരുന്ന കൂരയാണ് ഞങ്ങൾക്കുള്ളത്. ആ കൂരയിൽ അന്തി ഉറങ്ങുന്ന ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥന്മാര് വന്നു പോകുന്നുണ്ടല്ലോ. കടൽ ഭിത്തി പണിയാൻ ചെല്ലാനത്ത് സേവ് ചെല്ലാനം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയപ്പോൾ അവിടെ ടെട്രാപോഡ് വെച്ച് നിരത്തിയവരല്ലേ. ചെന്നൈയിലെ IIT ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് എത്ര നാള് നിങ്ങൾ ഈ വൈപ്പിങ്കരയുടെ തീരപ്രദേശത്ത് അളവെടുത്ത് കണക്കെടുത്ത് അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്ന ഉത്തരവ് സർക്കാരിന്റെ മുൻപിലേക്ക് പോയില്ലേ? എന്നിട്ടും ഭരണം മാറി വന്നാലും MP മാറി വന്നാലും MLA മാറി വന്നാലും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് മാറ്റമില്ല. അവരാണ് ഈ നടപടികൾ വഹിപ്പിക്കുന്നത്. ഞങ്ങൾക്കറിയാം ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ചില ചർച്ചകൾക്കൊക്കെ വന്നിട്ടുണ്ട്. അവര് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇത് ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ സമരമാണ്. ആ സമരത്തിൽ പോലീസ് സേനയ്ക്ക് യാതൊരു സാന്നിധ്യവും ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല. വരേണ്ടവർ വരണം. സർക്കാർ ചെയ്തു കൊടുത്തില്ലേ? ഒരു സമരമല്ലേ അവർ നടത്തിയുള്ളൂ. പിറ്റേ ദിവസം രാവിലെ അവിടെ നിങ്ങളുടെ സേന ചെന്ന് അവിടെയുള്ള പണികൾ ആരംഭിച്ചില്ലേ? ഞങ്ങൾക്ക് വേണ്ടത് നാളെ പണി തുടങ്ങണം. അതിന് അർഹതപ്പെട്ട നട്ടെല്ലുള്ള നേതാവുണ്ടെങ്കിൽ, ഭരണത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം ഇവിടെ വരട്ടെ. വന്നിട്ട് മതി. കേരളത്തിലെ ഹൈക്കോടതിയില് അതേപോലെ തന്നെ ജഡ്ജിമാരൊക്കെ ഇതിലൂടെ പോകുന്നുണ്ട്. ഇപ്പൊ ഒരു വിളി വന്നിരുന്നു, ഒരു ജഡ്ജി ഇങ്ങോട്ട് വന്ന് മടങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്നെങ്കിൽ അദ്ദേഹം ഇതിന്റെ രൂക്ഷത മനസ്സിലാക്കിയാനെ. സ്നേഹമുള്ളവരെ, ഞാൻ നീട്ടുന്നില്ല. ഇത് ജീവിക്കാനുള്ള സമരമാണ്. ജീവിക്കാനായിട്ട് അന്തി ഉറങ്ങാനുള്ള വെള്ളം കയറിയ വീടുകളില് അന്തി ഉറങ്ങുന്നത് എങ്ങനെയെന്ന് ഞങ്ങളുടെ ഒരു മന്ത്രി അല്ലെങ്കിൽ ഞങ്ങളുടെ MLA ഞങ്ങളുടെ MP ഇവിടെ വന്നൊന്ന് കാണിച്ചു തരാമോ? അങ്ങനെ വെള്ളം കയറിയ വീട്ടില് താമസിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണെങ്കിൽ ഞങ്ങള് ആ സമരത്തിൽ നിന്ന് പിന്മാറാം. പക്ഷേ നിങ്ങൾക്കറിയാവുന്നത് പോലെ ഒരാൾക്കും പോലും ഈ ജനാധിപത്യ സംവിധാനത്തില് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ സാമട്ടിൽ മാത്രമേ നടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ സാമട്ടിൽ നടന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാള് 20 വർഷമായില്ലേ ഈ കടലോരത്തെ കൊച്ചുകുട്ടികള്, അമ്മമാര്, പെങ്ങന്മാര് ഒക്കെ വെള്ളം കയറിയ വീടുകളില് രാത്രികാലങ്ങളില്
ജലപാനം പോലും ഇല്ലാതെ കണ്ണും നട്ട് മുകളിലെ കൂരയിലേക്ക് നോക്കി താഴെയുള്ള തങ്ങളുടെ വസ്തുക്കളെ അടുക്കി വെച്ച് സ്വന്തം ബന്ധു വീട്ടിലേക്കും സ്കൂൾ കോമ്പൗണ്ടിലേക്കും കയറിപ്പോകുന്ന ഗതികെട്ട ജീവിതം ഈ എറണാകുളം ജില്ലയിലെ ഇടവരക്കാട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ. സ്നേഹമുള്ളവരെ, ആ ഗതികെട്ട ജീവിതം ഞങ്ങൾ ഈ സംസ്ഥാന പാതയിൽ അവസാനിപ്പിക്കുകയാണ്. പറ്റുമെങ്കിൽ കഴിവുള്ള ഉത്തരവിറക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ മന്ത്രിയോ അല്ലെങ്കിൽ MLA യോ അല്ലെങ്കിൽ MP യോ ആരെങ്കിലും വന്ന് നാളെ പണി തുടങ്ങുമെന്ന് പറഞ്ഞാൽ ഈ നിമിഷം ഈ സമരം ഇവിടെ നിർത്താം. ഇല്ലെങ്കിൽ ഈ സമരം ഞങ്ങൾ വ്യാപിപ്പിക്കും. ഇത് എറണാകുളം സിറ്റിയുടെ ഹൃദയഭാഗത്തേക്ക് അവിടെ ഞങ്ങൾ നടത്തും ഈ സമരം. സമരത്തിന് നിങ്ങൾ പുല്ലുവിലയാണ് കരുതുന്നതെങ്കിൽ ഞങ്ങൾ ജീവൻ കൊടുത്തും ഈ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന്റെ എല്ലാ സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണകളും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഞാൻ 4 വർഷങ്ങൾക്ക് മുമ്പ് സൈദോമ റോഡിൽ നിന്ന് 2 പ്രാവശ്യം ഇക്ബാൽ റോഡ് വരെ 10ാം തവണ എന്ന ആളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാൽപ്പറ്റ് പണിയണം. ഞാൻ ഈ സങ്കടം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് ഞാൻ സംസാരിക്കുന്നില്ല, സംസാരിക്കാൻ പറ്റില്ല. സമരത്തിന്റെ എല്ലാ അന്തസത്തയും ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിച്ച അദ്ദേഹത്തിന്റെ സംസാരം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ കണ്ണുനീരൊഴുകയാണ്. ഇത്തരം ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുവാൻ അധികാരികൾക്ക് കഴിയില്ല എന്ന മുന്നറിയിപ്പാണ് സാധാരണക്കാരായ ആളുകൾ ഇവിടെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. സമരത്തെ അഭിസംബോധന ചെയ്യുന്നതിനായി എടവനക്കാട് മഹല്ല് പ്രതിനിധി അബ്ദുൽ ഖയ്യൂമിനെ ക്ഷണിക്കുന്നു. സമരസഖാക്കളെ, നാം ഇന്നിവിടെ റോഡ് ഉപരോധിച്ചിരിക്കുന്നത് നമ്മുടെ അടിസ്ഥാന ആവശ്യമായ കടപ്പുറത്തെ തീരദേശത്തെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. നേരത്തെ സൂചിപ്പിച്ച പോലെ നാം ഒരുപാട് സമരങ്ങൾ ഈ റോഡിലിറങ്ങി ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഗതികേട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ മാറി മാറി ഭരിച്ച രാഷ്ട്രീയ കക്ഷികൾ നമുക്ക് കേവലം വാഗ്ദാനങ്ങൾ മാത്രം തന്നുകൊണ്ട് നമ്മളെ അക്ഷരാർത്ഥത്തിൽ പറ്റിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാം ഈ പെരുമഴയത്തും ഇവിടെ കൂടിയത് ജാതി മതഭേദമന്യേ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി കൂടിയത് നമ്മുടെ ഒരു ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്കറിയാം, ഈ സംസ്ഥാന പാതയിൽ നമുക്കറിയാവുന്ന സംസ്ഥാന പാതയാണ്. ഇതിലെ വരുന്ന വാഹനങ്ങളിൽ വരുന്ന യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിന് എല്ലാവർക്കും വേണ്ടി ഞാൻ ക്ഷമയോദിക്കുകയാണ്. ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് അതറിയൂ. നമ്മൾ സുനാമി, അതുപോലെ ഓക്കി, പ്രളയം എല്ലാം അനുഭവിച്ച നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി സർക്കാരിന്റെ മുമ്പിൽ കൈനീട്ടുകയാണ്. ഈ സമരത്തിന്, ഈ ജനകീയ സമരത്തിന് എല്ലാവിധ ആശംസകളും പൂർണ്ണ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വിപ്ലവാഭിവാദ്യങ്ങൾ. മക്കളും കാരണന്മാരും ഒക്കെ എടുത്തുകൊണ്ട് പോരേണ്ട അവസ്ഥയിലാണ് ഞങ്ങൾ. ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടത് അവിടെ എത്രയും വേണ്ടത് കടൽഭിത്തി കെട്ടണം, പുൽമുട്ടണം, റോഡ് വേണം. തീരദേശ സംരക്ഷണത്തിന് പ്രത്യേകിച്ച് വൈപ്പിനർക്ക് മാത്രമായി ചെല്ലാനം മോഡലൊരു പാക്കേജ് നമ്മുടെ വൈപ്പിനർക്ക് ആവശ്യമുണ്ട്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ വൈപ്പിനര ഏത് നിമിഷവും കടലാക്രമണവും അതുപോലെ തന്നെ കിഴക്കുള്ള കടലേറ്റവും മൂലം നശിക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് അടിയന്തരമായിട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതുപോലെ കടലാക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ പോലെ കടൽ തീരത്ത് എല്ലാ വർഷവും നമ്മൾക്ക് വേണ്ടതൊരു പൂർണ്ണമായിട്ടുള്ളൊരു ശാശ്വത പരിഹാരം വേണ്ടത്. ഈ പറഞ്ഞ പോലെ ചെല്ലാനത്ത് നിർമ്മിച്ചിരുന്ന കെട്ടിടപാട് ചെയ്യും. അതാണ് ഞങ്ങൾ വേണ്ടത്. അതാണ് ശാശ്വതമായ പരിഹാരം. ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.